10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന്റെ വേദന ഒരിക്കലും UDF-ന് മറക്കാൻ കഴിയില്ല. കയ്യിലിരിപ്പ് കൊണ്ടാണ് 10 വർഷം അങ്ങനെ ഇരിക്കേണ്ടി വന്നതെങ്കിലും അടുത്ത തവണ, അതായത് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരട്ടെ. കാരണം LDF-നെതിരെ ഒരു ജനവിരുദ്ധ വികാരം ഇവിടെ ഉയർന്നു നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയനോട്. അദ്ദേഹം മനുഷ്യത്വമില്ലാത്തൊരു മുഖ്യമന്ത്രി എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്തായാലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും കിറ്റ് കൊടുത്ത് രണ്ടാമതും അധികാരത്തിലേറി ചരിത്രത്തിൽ ആദ്യമായി 2 തവണ ഒരു സർക്കാർ കേരളത്തിൽ ഒരേ സമയം അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. പിണറായി വിജയൻ ഇടതുപക്ഷത്തിന് അവസാന മുഖ്യമന്ത്രി ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും കോൺഗ്രസിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കാൻ പോവുകയാണ്. അതെന്താണ് എന്ന് വെച്ചാൽ അത് ശക്തിധരൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജി ശക്തിധരൻ ഫേസ്ബുക്കിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്: ആർലേക്കർ തുടർന്നാലേ ബമ്പർ അടിക്കൂ. ഏത് ജ്യോതിഷക്കാരൻ കവടി നിരത്തിയാലും ബോധ്യമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആകും നിർദ്ദിഷ്ട UDF മുഖ്യമന്ത്രിയുടെ ഐശ്വര്യമെന്ന്. 10 വർഷം കത്തിക്കുത്തു നടത്താതെ UDF ഈ പദവിക്ക് ക്ഷമയോടെ കണ്ണും നട്ട് കാത്തിരുന്നത് ഇത്രയേറെ ക്യാമറകൾ അഹോരാത്രം പ്രവർത്തിച്ചത് കൊണ്ടല്ലേ? ഒരു ഊഴം കിട്ടും എന്ന പ്രത്യാശയല്ലേ ഇവരെ അക്ഷമരായി അടക്കി നിർത്തിയിരുന്നത്? 10 വർഷം പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ അതിൻ്റെ കുടിശ്ശിക കൂടി തീർത്ത് തന്നെ ഇപ്പോൾ അവസരം കിട്ടും. ഇപ്പോഴത്തെ ആർത്തി കാണുമ്പോൾ എത്ര തവണ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടത്തേണ്ടി വരും എന്നതിലേ സംശയമുള്ളൂ. ഇപ്പോൾ തന്നെ കൈക്കോടാലിയുമായി പലരും കുഴിവെട്ടി തുടങ്ങിയിട്ടുണ്ട്. അലമ്പ് വർത്തമാനത്തിന് ഒരു കുറവുമില്ല. ആരെയും കാലാവധി മുഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നതും കട്ടായം. ഗാന്ധിജി രാഷ്ട്രപിതാവല്ല പ്രവാചകനാണെന്ന് തോന്നിപ്പോവുകയാണ്. ത്രിവർണ പതാക ഗാന്ധിജി ഏൽപ്പിച്ചത് എത്ര അല്പന്മാരെയാണ് എന്ന് ചിന്തിച്ചു പോകുന്നു. പട്ടടയിൽ കൊണ്ടുവയ്ക്കുന്നത് വരെ ഇവർക്കൊന്നും അധികാരത്തോടുള്ള ആർത്തി തീരില്ല എന്ന് വ്യക്തമായിരിക്കെ എന്തുകൊണ്ടാണ് രാജി പിൻവലിച്ച് പഴയതുപോലെ നേതൃത്വം ഏറ്റെടുക്കണമെന്നും കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന നിർദ്ദേശം ഉപേക്ഷിക്കണമെന്നും കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഗാന്ധിജിയോട് അഭ്യർത്ഥിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സാമ്രാജ്യത്വ ലോകം ഇന്ത്യയെ ശിഥിലമാക്കാൻ കാത്തിരിക്കുന്നത് കൊണ്ട് അതിന് വഴിയൊരുക്കരുതെന്ന സോവിയറ്റ് യൂണിയനും മറ്റും സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന കോൺഗ്രസ് പോലും ഇവിടെ അവശേഷിക്കില്ലായിരുന്നു. ആ പതാക തൊട്ടു പോകരുതെന്ന് പറയാൻ അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറുടെ വരവ് ദുശകുന കാലമാണെന്ന് BJP ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല. അതേസമയം പ്രതിപക്ഷത്തിന് ലഭിച്ച വരദാനമാണ് ആർലേക്കർ. ഈ ചരക്ക് ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ച് വിദൂഷകർ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. മോദി കേരളത്തോട് ഇത്ര വലിയ ചതി ചെയ്യുമോ എന്നാണ് BJPയുടെ അഭ്യുതകാംക്ഷികൾ ചോദിക്കുന്നത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും തമ്മിൽ നിരന്തര പോരിലായിരുന്നെങ്കിലും തുടർ യുദ്ധത്തിന് അതുപോലൊരു മല്ലനെ കിട്ടണമെന്ന് ആരും ആഗ്രഹിച്ചിരുന്നില്ല. ഗുസ്തിക്കാരനാകണോ ഗവർണർ? ആർലേക്കർ ഈ മണ്ണിൽ കാലുകുത്തിയതോടെ BJPയുടെ കഷ്ടകാലം തുടങ്ങിയെന്നാണ് അഭ്യുതകാംക്ഷികൾ തന്നെ പറയുന്നത്. ഈ ഗവർണർ സംഘടനയെ 10 വർഷമെങ്കിലും പുറകോട്ട് കൊണ്ടുപോയത്രേ. അതിലും കേമനാണ് പണച്ചാക്കായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. പ്രതിപക്ഷത്തിന്റെ സമസ്ത ദോഷങ്ങളും തീർത്തു കൊടുത്തിരിക്കുകയാണ് ആർലേക്കർ. യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രതിപക്ഷം പോലും ആഗ്രഹിച്ചിട്ടില്ല. ആർലേക്കറെ എത്ര നാൾ ചേർത്ത് നിർത്താൻ കഴിയുമോ അത്രത്തോളം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചോളണമെന്ന് പ്രതിപക്ഷം രഹസ്യമായി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഈ ദുഷ്ടലാക്ക് കൊണ്ടാണ്. ജനരോക്ഷം നുരഞ്ഞു പൊന്തുന്ന തിട്ടൂരങ്ങൾ നിരന്തരം ആർലേക്കർ ഇറക്കിക്കൊണ്ടിരുന്നാലേ അതെല്ലാം പ്രതിപക്ഷത്തിന് മുതലാക്കാനാകൂ. ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പുകച്ച് ചാടിക്കരുത് എന്നതാണ് പ്രതിപക്ഷം രഹസ്യമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. എത്ര ലക്ഷണമൊത്ത ഉരുപ്പടിയെ പ്രതിപക്ഷത്തിന് കിട്ടില്ല. അതായത് ഇത്ര ലക്ഷണമൊത്ത ഉരുപ്പടിയെ ഒരിക്കലും പ്രതിപക്ഷത്തിന് കിട്ടില്ല. ഇരട്ട കരളനായ ആർലേക്കർക്ക് ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി, രണ്ടും ചേർന്നാൽ കൂടുതൽ പറയാനുണ്ടോ? അതിനാൽ തൊട്ടതിനും പിടിച്ചതിനും ഉടക്കാൻ നിൽക്കരുത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എതിരാളിയുടെ കാലിൽ വെട്ടുന്ന കടകം മറിച്ചിൽ പയറ്റുമുറ അഭ്യാസിയാണ് ഇരട്ടക്കരളൻ. അതാണ് പാദപൂജയിൽ അദ്ദേഹം ചവിട്ടിപ്പിടിക്കുന്നത്. എത്ര പടകണ്ട കുതിരയാണ് ആർലേക്കർ. ആ ശരീരഘടന തന്നെ കേമം.
നൂൽപാലത്തിലൂടെ നടത്താം. അതാണ് അടുത്ത പരീക്ഷണം. കേരളത്തെ കാത്തിരിക്കുന്നത് 1967 മോഡൽ തിരഞ്ഞെടുപ്പ് വിജയമാകാം. എന്തായാലും സഭയിൽ 2 മുന്നണികൾ ഉണ്ടാകും എന്നത് അച്ചട്ടാണ്. ആർലേക്കറുടെ പാർട്ടി ഇത്തവണത്തെ പോലെ സംപൂജ്യരായിരിക്കില്ല എന്നതും സത്യം. 2 മുന്നണിയിൽ ഒറ്റൊരെണ്ണത്തിൽ ഒറ്റ അക്കം മതി എന്ന് ജനങ്ങൾ തീരുമാനിച്ചാലും അത്ഭുതമില്ല. ദേശീയ ചിഹ്നങ്ങൾ ഒന്നൊഴിയാതെ അപ്പാടെ കാലഹരണപ്പെടുമോ എന്നതും കണ്ടറിയണം. ഇനിയും ഭാരതാംബയുടെയും പവിത്രമായ പാദപൂജയുടെയും മനുസ്മൃതിയുടെയും പവിത്ര ഓർമ്മകളെയും ഉണർത്തിവിടണമെങ്കിലും ആർലേക്കർ ഇവിടെ ഉണ്ടാകണം. യൂട്ടോപ്യൻ ലോകത്ത് നിന്ന് എന്തൊക്കെ എടുക്കുമോ അതെല്ലാം ഇരട്ടക്കരളൻ കാണിച്ചു തന്നേക്കും. നാളെ മുയലിൻ കൊമ്പ് വേണമെന്ന് പറഞ്ഞാൽ അതും തപ്പണം. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് സന്ദേഹിക്കരുത്. പിടക്കോഴി കൂകി എന്ന് പറഞ്ഞാൽ അതും തപ്പണം. ഇങ്ങനെയാണ് ശക്തിധരൻ തന്നെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒരു പരിധിവരെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും, ശരിയാണ്, ആർലേക്കർ നിരന്തരം സർക്കാരിന് പണി കൊടുക്കുന്നുണ്ട്. അതായത് SFI എന്ന് പറയുന്ന സഹാക്കളുടെ ഗുണ്ടകളെയൊക്കെ ആർലേക്കർ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അവർക്കൊക്കെ ദിനം പ്രതി പണിയാണ്. അതായത് രാവിലെ എണീക്കണം, സമരത്തിന് പോകണം, പോലീസുകാരുടെ തല്ലുകൊള്ളണം, പിന്നെ മൈക്കുകളുടെ മുന്നിൽ വന്നു നിന്ന ഈർവാണം അടിക്കണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവർക്ക്. അന്നാണ് ഇവന്മാർ നേരെ വന്ന് കുളിക്കുക പോലും ചെയ്യുന്നതെന്നാണ് പലരും, നമ്മളല്ല പറയുന്നത്, ഇവരോട് വിരോധമുള്ള പലരും പറയുന്നത് അങ്ങനെയൊക്കെയാണ്. എന്തായാലും SFIക്ക് ആർലേക്കർ നിരന്തരം പണി കൊടുക്കുന്നത് കോൺഗ്രസിനൊരു എന്താ പറയുക ബമ്പർ തന്നെയാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ VD സതീശനെ ഒന്നിനും കൊള്ളില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സതീശൻ ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും ആളുകൾ തപ്പി നോക്കുണ്ടോ. രമേശ് ചെന്നിത്തലയൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, ഒരു മികച്ച പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും, ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ സതീശൻ തുടക്കത്തിൽ വലിയ PR വർക്കൊക്കെ നടത്തി സതീശൻ നടക്കുന്നത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, പോകുന്നത്, തിന്നുന്നത്, ഉടുക്കുന്നത്, ഇതൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ എന്താ പറയുക പാറി പറന്നുകൊണ്ടിരുന്നത്. ഈ സതീശൻ മുഖ്യമന്ത്രി ആയാൽ എന്ത് ചെയ്യുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ കോൺഗ്രസ് ആണ് അധികാരത്തിന് വേണ്ടി സതീശൻ പ്രതിപക്ഷ നേതാവായ അന്ന് മുതൽ ഒരു കുപ്പായം തച്ചു വെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി കുപ്പായം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുപ്പായം ഇട്ട് സതീശൻ ഇങ്ങനെ അടുക്കി പറക്കിയൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്. KC അവിടെ ഡൽഹിയിൽ ഒരു 10 കുപ്പായം തച്ചു വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ രമേശ് ചെന്നിത്തല, ഇതിനിടയ്ക്ക് ശശി തരൂർ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുപ്പായം തപ്പിച്ചു വെച്ചിട്ട് ഇടയ്ക്കാണ് ആർലേക്കർ ഇങ്ങനെ കോൺഗ്രസിനെ സഹായിക്കുന്നത്. ഇനി ആർലേക്കർക്ക് കോൺഗ്രസിൽ പോകണമെന്നുള്ള ആഗ്രഹവും ഇരട്ടക്കരളനും ഇരട്ടച്ചക്കനും കൂടി എന്തോ കാണിക്കട്ടെ.